ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്നൊരു ഫ്രഷ് ഡേ ആണ്. ടൈം ഇവിടെ 8:15 കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്, ക്ലാസ്സിലോട്ട് പോകുന്ന വഴിയാണ്. പക്ഷേ എനിക്ക് ഒരു കുറച്ച് മുമ്പേ ഒരു ബസ് ഉണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി. അടുത്തത് ക്യാച്ച് ചെയ്യാനുള്ള ഓട്ടത്തിലാണ്. കുറച്ചുകൂടിയൊക്കെ നേരത്തെ ഇറങ്ങാമായിരുന്നു, പക്ഷേ നൈറ്റ് കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങി തോന്നുന്നു. 1 മണി കഴിഞ്ഞു കേട്ടോ. കുറച്ച് പണികളുണ്ടായിരുന്നു, ഇതൊക്കെ തീർത്ത് 1 o'clock ആയപ്പോഴാണ് ഉറങ്ങിയത്. സോ രാവിലെ എഴുന്നേക്കാൻ ഒരു 6:30 അലാറം വെച്ചെങ്കിലും എഴുന്നേറ്റില്ല. കുറച്ച് നേരം കൂടിയും കിടന്നു. സാധാരണ ഞാനൊരു 15 മിനിറ്റൊക്കെ ശേഷം അലാറം വെച്ചിട്ടാണ് ഉറങ്ങാറുള്ളത്. ബട്ട് പ്രാവശ്യം അത് ചെയ്തില്ല, മിസ്സായി പോയതാണ്. അപ്പം ഞാൻ കുറച്ച് നേരം കിടന്നു. ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിടന്നപ്പോഴത്തേക്കും എന്തായി, പെട്ടെന്ന് സമയം നോക്കിയപ്പോൾ 7:15 ആയി. പിന്നെ എനിക്ക് ആകെ റെഡി ആവാനുള്ള സമയം എന്ന് പറയുന്നത് 45 minutes ആണ്. അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, കഴിക്കണം, ലഞ്ചാക്കണം. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഉണ്ട്, അത് കഴിക്കുമോ ടിഫിനിലാക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ 45 minutes കൊണ്ട് ഞാൻ റെഡിയാണ്. വേണമെങ്കിൽ ആവായിരുന്നു, പക്ഷേ ഞാൻ കുറച്ച് ഡിഷസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാഷ് ചെയ്ത് വെച്ചു, അതെല്ലാം ഒതുക്കി വെച്ചു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിന്നതായിരുന്നു. അതുകൊണ്ടാണ് ശരിയാവേണ്ടിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ലേറ്റായിപ്പോയത്. പിന്നെ ഞാൻ സീരിയൽസാണ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. കാരണം അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് വേഗം തീരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കഴിച്ചു. അപ്പോൾ അടുത്ത ബസ് ക്യാച്ച് ചെയ്യാനുള്ള ഓട്ടത്തിലാണ്. എന്താ എന്നോടൊരു വിശേഷം പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. എന്താ വേണ്ടേ? നല്ല രസം, ക്യൂട്ടായിട്ടുണ്ട്. ആഹാ, പേടിച്ചൊന്നും പോകുന്നില്ല. ഞാൻ ഫ്രണ്ടാന്നൊക്കെ തോന്നിക്കാണുമായിരിക്കോ. ഇന്ന് എന്താണ് ക്ലാസ്സിൽ നടക്കാൻ പോകണേന്നൊന്നും അറിഞ്ഞൂടാ. എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ആയിരിക്കും, അതിനെപ്പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല. കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ട്രെയിനർ കുറച്ച് ഇൻഫർമേഷൻ തന്നെങ്കിലും കറക്റ്റായിട്ട് അറിയില്ല. ഇന്ന് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ ഞാൻ ന്യൂസൊന്നും ഞാൻ നോക്കിയിട്ടില്ല. കാരണം എവിടെ ഏത് ന്യൂസ് എന്ന് വെച്ചാലും ഫ്ലൈറ്റിൻ്റെ ആണ് വരുന്നത്. കാണുമ്പോൾ ഓരോരുത്തർ വെറുതെ ഫേസ്ബുക്ക് പേജിൽ ഓരോന്ന് എടുത്തിട്ട് കുറച്ച് സിമ്പിൾ ഇത് കൂട്ടി വേണ്ടാന്ന് വെച്ച് ഞാൻ ഓപ്പൺ ആക്കിയില്ല. ടൈമും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ എന്തായിരുന്നു, കിച്ചണിലെ പരിപാടി ഒന്നുമില്ലായിരുന്നു, കാര്യം കുറച്ച് ക്ലീനിങ് ഒക്കെ ആയിരുന്നു അധികം. പിന്നെ നമുക്കൊരു ഷിറ്റ്സു ഡോഗുണ്ട്, അവളെ കുറച്ച് ബ്രഷൊക്കെ ചെയ്ത് വിട്ട് അങ്ങനെ നമ്മൾ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ടായിരുന്നു ഇന്നലെ ടൈം പോയത്. ന്യൂസ് കണ്ടില്ല. പിന്നെ വേറൊന്നും കാണാനൊന്നും സമയം കിട്ടിയില്ല. കുറച്ച് നേരം ഇങ്ങനെ ഫോണിലൊക്കെ സംസാരിച്ചു, അങ്ങനെയൊക്കെ പോയി. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത്, അതായത് ഇപ്പം റീസെൻ്റ്ലി ഒരു ലേഡി, അവരുടെ ഹസ്ബൻഡ് കുറച്ച് ടി വി ഷോയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ആളാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല, വെറുതെ എന്തിനാ. അപ്പം അവർ ഇപ്പോൾ ചെറിയ ആൽബത്തിലും ഒക്കെ ആക്ട് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പം അവരുടെ ഹസ്ബൻഡിൻ്റെ 2ാമത്തെ ചരമവാർഷികത്തിന് ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതിനകത്തൊരു കമൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെച്ചാൽ കുറേ ആൾക്കാരിങ്ങനെ ഡിപ്രഷനൊക്കെ ആയിട്ടുണ്ടല്ലോ, വീട്ടിലാരെങ്കിലും മരിച്ചാൽ, ഹസ്ബൻഡ് മരിച്ചാൽ അവർക്ക് എങ്ങനെ ജീവിക്കണം എന്നറിയില്ല. കുറച്ച് ഡിപ്രസ്ഡൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കും.
ഒന്നും ചെയ്യാൻ അറിയാതെ ജോലിയൊന്നും പഠിച്ചിട്ടും അധികം ഉണ്ടാവില്ല, ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉള്ള സപ്പോർട്ടും പോയി. അപ്പോൾ അവർക്ക് ജോലിക്ക് പോകാനായിട്ട് അറിയില്ല, ഒന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ബന്ധുക്കളുടെയൊക്കെ സഹായം കൊണ്ട് ജീവിക്കുന്നവരുണ്ട് അല്ലേ? അതേപോലെ തന്നെ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടാവും അവരൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ട. അവരുടെ എനിക്ക് അത് തോന്നുന്നു, അവരൊക്കെ ഇങ്ങനെ സന്തോഷിക്കുന്ന കാണുമ്പം എനിക്കും ഹാപ്പി ആവുന്നത്. അല്ലാതെ അവരിങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഹാപ്പി ആവുമോ? കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇവരെന്താ ഹസ്ബൻഡ് ആനിവേഴ്സറിക്ക് ഇവരെന്തിനാ ചിരിക്കുന്നത്, ഇവർക്ക് ചിരിക്കാവോ, ഇവർക്ക് സങ്കടമില്ല എന്നൊക്കെ. അതൊക്കെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം കേട്ടോ. അവരിപ്പം പബ്ലിക്കിൻ്റെ മുമ്പിൽ ചിരിച്ചു എന്ന് വെച്ചിട്ട് അവരുടെ സങ്കടം അവരുടെ ഉള്ളിലുണ്ടാവും. 2 ഇയേഴ്സായി. സോ ആ 2 വർഷം കൊണ്ട് അവരനുഭവിച്ചത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അവരെപ്പറ്റി നല്ലതും അറിയില്ല, മോശം അറിയില്ല. അപ്പോൾ ആ 2 ഇയേഴ്സിൽ അവരെന്തൊക്കെ അനുഭവിച്ചു, അവരിതൊക്കെ ഓവർകം ചെയ്യാൻ എന്തൊക്കെ ട്രൈ ചെയ്തു എന്നൊക്കെ നമുക്കറിയില്ലല്ലോ. സോ നമ്മളെന്തിനാണ് വെറുതെ മറ്റുള്ളവരെ പോയി ജഡ്ജ് ചെയ്യുന്നത്? അപ്പം ചുറ്റും സപ്പോർട്ടിനുള്ള ആൾക്കാർ ഉണ്ടാകുമ്പോൾ ആളുകൾ അങ്ങനെയുള്ള ഏത് ട്രാജഡിയിൽ നിന്നാണെങ്കിലും ലൈഫിലോട്ടിങ്ങനെ മുന്നോട്ട് വരും. അപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഒരു ട്രാജഡി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും നമുക്കും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മളും ഡൗൺ ആയിട്ട് പോകും. ഏത് അറ്റം വരെ ഡൗൺ ആയിട്ട് പോകുന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണ് പിന്നെയും ഓവർകം ചെയ്തിട്ട് വരിക? നമ്മുടെ ചുറ്റുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇൻ കേസ് നമ്മൾ ഓവർകം ചെയ്ത് വരാം. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയാണ് വേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് ഇനിയും ലൈഫിൽ ഒരുപാട് കടമകൾ ചെയ്യാനുണ്ടായിരിക്കും അല്ലേ? മക്കളുള്ളവർക്ക് മക്കളെ നോക്കാനുണ്ടായിരിക്കും, പാരൻസിനെ നോക്കാണ്ടവർക്ക് അങ്ങനെ ഉണ്ടായിരിക്കും. നമ്മൾ എന്നും ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം ഞാനതങ്ങനെ ചോദിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഇവർ ഇങ്ങനെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിനെപ്പറ്റി മാക്സിമം പേരും എന്നെ അറ്റാക്ക് ചെയ്തേക്കുവാണ്. നിങ്ങളിതുപോലെ ആയതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ശരിയാണെന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് അവർ റിയൽ ലൈഫ് ഫേസ് ചെയ്ത് പോകുന്ന കുറേ ആൾക്കാർ ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിവേ, അപ്പോൾ അങ്ങനൊരു കാര്യം പറയുക, ഓരോരുത്തരുടെ നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഒരു വ്യൂ പറയുമായിരുന്നു. ഒരാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അവർ സൊസൈറ്റിയിലുള്ളവർ തീരുമാനിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ബിഹേവ് ചെയ്തില്ല, അവർ നമ്മളെ സൊസൈറ്റി പ്രതീക്ഷിക്കുന്ന പോലെ നമ്മൾ ബിഹേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല വിമർശനങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട്. അപ്പം ഞാൻ ഇന്ന് സ്റ്റോപ്പിലെത്തി. കുറച്ച് വേഗമാണോ എത്തിയെന്ന് തോന്നുന്നു, കാരണം ഞാൻ കുറച്ചല്ലേ പറഞ്ഞുള്ളൂ. സ്റ്റോപ്പിലെത്തി. അപ്പോൾ കുറച്ച് നേരം ബസ് വെയിറ്റ് ചെയ്യട്ടെ. ബസ് വന്നതിന് ശേഷം കോളേജിൻ്റെ അടുത്ത് എത്തിയിട്ട് കുറച്ചുകൂടി സംസാരിക്കാം. കോളേജൊന്നും കണ്ടിട്ടില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സ്വാൻ റിവർ വലിയ ഇഷ്ടമാണ്. ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ എത്ര കണ്ടാലും എനിക്ക് മടുക്കില്ല. ഞാൻ പള്ളിയിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഈ സ്വാൻ റിവറിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടാണ് വരുന്നത്. എന്ത് രസമാണ്! അതിൻ്റെ കളർ ബ്ലൂ കളർ, ആകാശവും നീല കളറിലാണ് റിവറും വരുന്നത്. അപ്പം ഞാനൊരു എത്ര വലിയ ടെൻഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് കാണുമ്പോഴത്തേക്ക് ഈ ഒരു സീനൊക്കെ കാണുമ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ മറന്നു പോകും. പൊതുവെ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. പുഴകൾ, കുളങ്ങൾ, ബീച്ചൊക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെയുള്ള വെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഇരിക്കുന്നതും അവിടെ നിന്ന് കാഴ്ചകൾ കാണാനും.
ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട്. നമ്മൾ 5-8 മിനിറ്റും കൂടി ട്രാവൽ ചെയ്താലാണ് നമ്മുടെ കോളേജിലേക്ക് എത്തുന്നുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ദിവസം കണ്ട് ആസ്വദിച്ച് പോകുന്നത്. ബോറടിക്കുകയില്ല ഈ യാത്ര. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുമിച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കോളേജിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ബസ് ഇറങ്ങി കോളേജിലോട്ട് പോവാണ് കേട്ടോ. ഇന്നത്തെ ബിസി ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ എന്തൊക്കെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. ഞാനിവിടെ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, സ്ട്രക്ചറൊന്നും ഇല്ലായിരുന്നു. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു മഴയൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പെയ്യുന്നറിയില്ല. തണുപ്പും ഒക്കെ ഇച്ചിരി കുറവുണ്ട്. എന്നാലും എനിക്കൊരു ഇത്തിരി തണുപ്പ് മതി കോൾഡ് വരാനുള്ളതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ ഹെഡ് കവർ ചെയ്തിട്ട് എൻ്റെ കോളേജിൻ്റെ എവിടെയാണെങ്കിൽ അതായത് ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ നോക്കാതെ ക്രോസ് ചെയ്യാനുണ്ട്. ഇവിടെ കൂടെ പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പം ഞാൻ കോളേജിൻ്റെ അടുത്ത് ഒരു വലിയ പാർക്കുണ്ട്. ഞാൻ അവിടെയൊക്കെ ചിലപ്പോഴൊക്കെ വന്ന് കയറിയിട്ടുണ്ട്. സിഗ്നൽ കിട്ടി ക്രോസ് ചെയ്യാൻ. അവിടെ ചില സമയത്തൊക്കെ ഞാൻ വന്നിരിക്കാറുണ്ട്. എനിക്കിവിടെ നിന്ന് ചെടികളുടെയും പിന്നെ ചില സമയത്ത് നല്ല ബേർഡ്സൊക്കെ വന്നിരിക്കും. അവരുടെ വീഡിയോസൊക്കെ എടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കളിക്കാനൊക്കെ വരും. രാവിലെ എക്സസൈസ് ചെയ്യാൻ കളിക്കാനൊക്കെ വേണ്ടിയിട്ട് വരും. അപ്പോൾ അതെല്ലാം ഞാൻ എടുക്കാറുണ്ട്. അല്ല സോറി, അപ്പോൾ ഈ വീഡിയോ ഈ പാർക്കിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ചിങ്ങനെ ട്രാഫിക്കിൻ്റെ കുറച്ച് വണ്ടികളുടെ ഒരു തിരക്കായതുകൊണ്ട് സംസാരത്തിലുള്ള കോൺസെൻട്രേഷൻ ചെയ്യും. ചില നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഈ കളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ഞാനൊരു നാച്ചുറൽ ലവർ ഉണ്ടോ. എനിക്ക് ചെടികളുടെ പിക്ചേഴ്സ് എടുക്കാമെന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. ചിലപ്പോൾ അതിങ്ങനെ സേവ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് എൻ്റെ മെമ്മറിയൊക്കെ തീരുന്നത് ഫോണിൽ. ഇപ്പോൾ എൻ്റെ കോളേജിലേക്കുള്ള ടേണിങ്ങിലാണ്. ഇപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കോളേജായി. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം കുറച്ച് ലേറ്റായിട്ടാണ് ക്ലാസ്സിൽ എത്തുന്നത്. അതുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും എല്ലാവരും ടേക്ക് കെയർ, ബി സേഫ്, ഹാവ് എ നൈസ് ഡേ, സീ യു ലേറ്റർ, ബൈ ബൈ.